ബ്രസ്റ്റ് ക്യാൻസർ കാരണങ്ങൾ വരാൻ അത് കൂടുതൽ ഒരു ജനറ്റിക് കാരണമാണോ അതിന് എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ? Basically, there are non-modifiable risk factors and modifiable risk factors. അപ്പം നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മൾക്ക് ഫസ്റ്റ് തിങ് ഇസ് ബീങ് എ ഫീമെയിൽ. ലൈക്ക് മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു എൻറ്റിറ്റിയും കൂടി ഉണ്ട്. അത് റെയർ ആണ്. 1% ആൾക്കാരിലെ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുള്ളൂ. ബട്ട് ബാക്കിയെല്ലാം മെജോറിറ്റി 99% ഒക്കേഴ്സ് ഇൻ ഫീമെയിൽസ്. അപ്പം ഒരു സ്ത്രീ എന്നാല് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ലൈഫ് ടൈമിൽ ഇറ്റ് ഇസ് സോ ഹൈ. അറ്റ്ലീസ്റ്റ് 12% വിമൻ ക്യാൻ ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ. So it is so high. Right. And breast cancer is the most common cancer in India and the world. So anganor incidence ഉണ്ട്. So being female is the first thing that makes you prone for breast cancer. അപ്പോൾ ഒരു സ്ത്രീ ആയിരുന്നാലും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഇസ് ഡെഫിനറ്റ്ലി ഏജ്. സോ വെൻ യു ഇൻക്രീസ് ഇൻ ഏജ്, പ്രായം കൂടുന്തോറും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത കൂടി വരും. അപ്പം ലെസ് ദാൻ 40 ഇയേഴ്സിൽ അത് 1 in 200 ആണെങ്കിൽ നമുക്ക് മോർ ദാൻ 60 ഇയേഴ്സ് ആകുമ്പോൾ അത് 1 in 30 ആവും. സോ 1 in 30 വിമൻ ക്യാൻ ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം സെക്കൻഡ് ഇസ് ഏജ്. ഡെഫിനറ്റ്ലി ഏജ് കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് ഫാമിലി ഹിസ്റ്ററി ആൻഡ് ജെനറ്റിക്സ്. സോ ഫാമിലിയിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആർക്കെങ്കിലും ക്ലോസ് റിലേറ്റീവിന് ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് അല്ലെങ്കിൽ അപ് ടു 3rd degree റിലേറ്റീവ് ഓൺ വൺ സൈഡ് ഓഫ് ദ ഫാമിലി, അതായത് നമ്മുടെ അമ്മയുടെ സൈഡിൽ അമ്മമാർക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ സഹോദരിമാർക്കോ അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഈസ് എ റോൾ. ജെനറ്റിക് ദർ ആർ സം മ്യൂട്ടേഷൻസ്. ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രീഡിസ്പോസ് ചെയ്യുന്ന കുറച്ച് ജെനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ട്. അങ്ങനെ ജെനറ്റിക് മ്യൂട്ടേഷൻ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. ദെൻ റേസ്, ലൈക്ക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വൈറ്റ് വിമൻ ആർ മോർ പ്രോൺ ടു ഡെവലപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ദാൻ ദ അതർ എത്നിക് ഗ്രൂപ്പ്സ്. ആൻഡ് സം റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് റേഡിയേഷൻ, നമുക്ക് ചെസ്റ്റ് വാൾ റേഡിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ ഇതെല്ലാം നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. ബ്രസ്റ്റ് ക്യാൻസർ ഓൾറെഡി വന്നിട്ടുള്ള ഒരാൾക്ക് രണ്ടാമത് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത. So these are all non-modifiable risk factors. Then there are modifiable risk factors also, but they are not as strong as non-modifiable risk factors. Like ഒരു ഫീമെയിൽ ആവാന്നുള്ളത്, എൽഡർലി ആവാന്നുള്ളത്, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ജെനറ്റിക് മ്യൂട്ടേഷൻസ് ആണ്, അതെല്ലാമാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ബട്ട് ദർ ആർ എ സ്മോൾ എമൗണ്ട് ഓഫ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഓൾസോ, ലൈക്ക് ഒബീസിറ്റി, വെയിറ്റ് ഒരുപാട് BMI കൂടുക എന്നുള്ളത് ഒരു റിസ്ക് ഫാക്ടർ ആണ്. And there are some menstrual risk factors, like menstrual period start ചെയ്യുന്ന ഏജ് ഏർലി ആണെങ്കിൽ 12 ഇയേഴ്സിന് മുമ്പാണ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെനോപോസ് അതായത് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഏജ് ലേറ്റ് ആണെങ്കിൽ, മോർ ദാൻ 55 ഇയേഴ്സ് ആണെങ്കിൽ, കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, കുട്ടികൾ നള്ളി പാരസൈറ്റുള്ള ഒരു ലേഡി ആണെങ്കിൽ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തൊരു ലേഡിയാണ്, പിന്നെ മെനോപോസിന് ശേഷം ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ഇസ് ലെസ്. സോ അങ്ങനെ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ വി ഷുഡ് ബി കോഷ്യസ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് വി വിൽ ഗെറ്റ് ബ്രസ്റ്റ് ക്യാൻസർ. അങ്ങനൊരു ആങ്സൈറ്റി വരേണ്ട ആവശ്യമില്ല. സോ ബട്ട് ബീങ് എ ഫീമെയിൽ യു ഷുഡ് ബി അവെയർ, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. സോ 40 ഇയേഴ്സിന് ശേഷം നമ്മൾ അവെയർ ആയിരിക്കണം. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, കൊല്ലത്തിൽ ഒരിക്കൽ ചെക്കപ്പ് നടത്തുക, സ്ക്രീനിങ് ചെയ്യുക, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്.